നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂരം നക്ഷത്രക്കാരുടെ 2025 എന്ന പുതുവർഷത്തെ ഫലങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. പൂരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ നോക്കുമ്പം പൂരം നക്ഷത്രക്കാർക്ക് നല്ല സാമർഥ്യവും സഞ്ചാരശീലവും അവരെ കണ്ടാൽ നല്ല തേജസ്സും ഒക്കെ ഉണ്ടായിരിക്കും. പൊതുവെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധതയുള്ള ആളുകളാണ്. ആരോഗ്യവും ആകർഷണീയമായ ശരീരമൊക്കെ ഉണ്ട്. പുറമേ അല്പം ഗൗരവപ്രകൃതികളായിട്ടുള്ള ആൾക്കാർ പോലും നല്ല രീതിയിൽ സംസാരിക്കുന്നവരും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാമർഥ്യമുള്ളവരും ആയിരിക്കും. പൊതുവെ ധൈര്യമുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവർ പതറിപ്പോവും. പക്ഷേ ഉള്ളിൽ അല്പം പതർച്ച വന്നാലും പുറമേ കാണിക്കുന്നവരല്ല. ഒരല്പം ധൈര്യക്കുറവൊക്കെ വന്നാലും പുറമേ കാണിക്കാതെ അത് കൊണ്ടുപോകാനായിട്ട് അവർക്കൊരു കഴിവുണ്ട്. സംഭാഷണ മാധുര്യം കൊണ്ട് ആരെ വേണേലും വശത്താക്കാൻ കഴിയും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവായിരിക്കും. പക്ഷേ എപ്പോഴും ഒരു കൂട്ടം ആളുകൾ അവരുടെ ചുറ്റും ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഉദ്യോഗത്തിലാണെങ്കിലും അവർ ശോഭിക്കും, അല്ലെങ്കിൽ കൃഷിയിലും വ്യാപാരത്തിലുമാണെങ്കിലും ശോഭിക്കാൻ സാധിക്കും. അധികാര സ്ഥാനങ്ങളിൽ എത്താനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കും. പിന്നെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും. പഠനത്തിൽ അക്കാഡമിക് ഡിഗ്രികൾ ഒന്നും ഇല്ലെങ്കിൽ പോലും പത്രം വായിച്ചും മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുമൊക്കെ ധാരാളം അറിവുകൾ നേടാനായിട്ട് അവർ സന്നദ്ധത പ്രകടിപ്പിക്കും, താല്പര്യം പ്രകടിപ്പിക്കും. കലാവാസനയും ഉണ്ടായിരിക്കും. പൂര നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത, അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കാഴ്ചയിൽ ഇണങ്ങിയ പങ്കാളിയൊക്കെ കിട്ടും എങ്കിലും പലപ്പോഴും ഒരു അപൂർണത അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് ഉള്ള പരസ്പര അനുരാഗത്തിൻ്റെ കുറവോ, അല്ലെങ്കിൽ കുട്ടികൾ ഇല്ലാതിരിക്കുകയോ, അല്ലെങ്കിൽ പങ്കാളിയുടെ സ്വഭാവം നമുക്ക് പൂർണ്ണമായിട്ടും സ്വീകാര്യമല്ലാത്തതോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു അപൂർണത അവരെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ പങ്കാളിയുടെ തൻ്റെയുടെ കൂടുതൽ കൊണ്ടുള്ള ഒരു പ്രശ്നവും ചിലപ്പം ഉണ്ടായേക്കാം. സംഘർഷങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. സ്വന്തക്കാരുമായിട്ട് ബന്ധം തുടർന്നുകൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. മംഗളകർമ്മങ്ങളിലാണെങ്കിലും എന്തൊരു ചടങ്ങ് നടന്നാലും അവിടെയൊക്കെ പങ്കെടുക്കാനായിട്ട് അവർ എത്തിച്ചേരുന്നതും ആണ്. അങ്ങനെയുള്ള പരിഗണനയുള്ള ആൾക്കാരാണ്. ഇതാണ് അവരുടെ പൊതു സ്വഭാവം. അപ്പോൾ ഈ പൂരനക്ഷത്രം ചിങ്ങക്കൂറിലാണ് ഉൾപ്പെടുന്നത്. വർഷാരംഭത്തിൽ ശനി 7-ലും 10-ൽ വ്യാഴവുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹു ആണെങ്കിൽ 8-ലാണ്, കേതു 2-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ. കണ്ടകശനിയാണ് ശനി 7-ലായതുകൊണ്ട്. പക്ഷേ കുംഭത്തിലെ ശനി ആയതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ 2025 എന്ന് പറയുന്നത് പൂര നക്ഷത്രക്കാർക്ക് സാമാന്യം ഗുണാനുഭവങ്ങളും ലക്ഷ്യപ്രാപ്തിയൊക്കെ കിട്ടുന്ന ഒരു വർഷമാണ്. മനഃശക്തി കൊണ്ട് തന്നെ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് വിജയം നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് എതിർ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും, എതിരായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. വ്യത്യസ്തങ്ങളായ കർമ്മമേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത ബിരുദം നേടാനും താമസമില്ലാതെ ജോലി ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. പഠിച്ച വിദ്യ പ്രയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. കർമ്മ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ നല്ല സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിവാഹത്തിനുള്ള യോഗമുണ്ട്. വസ്തു വിൽപ്പന ലാഭകരമായിട്ട് നടത്താൻ സാധിക്കും. അതുപോലെ പൂർവിക സ്വത്ത് കിട്ടാനും ഈ വർഷം യോഗമുണ്ട്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം വ്യാഴം 11-ലേക്ക് വരുമ്പോൾ നേട്ടങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ വർദ്ധിക്കും. ധനഗുണം ഉണ്ടാകും. അതായത് മെയ് മാസത്തിന് ശേഷം. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ മാർച്ച് മാസം കഴിയുമ്പോഴത്തേക്കും 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി 8-ലേക്ക് പ്രവേശിക്കും. അഷ്ടമശനി എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല. മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അലച്ചിലുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ രോഗാവസ്ഥകൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ നിരന്തരമായ ശ്രദ്ധ പുലർത്തണം. ചെറിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ അവഗണിക്കാതെ തന്നെ ചികിത്സ തേടുന്നതാണ് നല്ലത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വിഷമങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം രാഹു മെയ് മാസത്തിൽ
7-ാം ഭാവത്തിലേക്ക് വരികയാണ്. അപ്പം പങ്കാളിത്ത ബിസിനസ്സുകളിൽ പങ്കാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ബിസിനസ് തന്നെ നിർത്താൻ തീരുമാനിക്കും, അല്ലെങ്കിൽ രണ്ടാക്കാനായിട്ട് തീരുമാനിക്കും. അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം സ്ഥലത്തെയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെയാണെങ്കിലും ആരാധനാലയങ്ങളിലൊക്കെ പോകാനും അവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുമുള്ള യോഗമുണ്ട്. ചതിവ് പറ്റാതെ ശ്രദ്ധിക്കേണ്ട കാലവുമാണ്. രാഹു 7-ൽ വരുന്ന കാലമാണ് വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം. ആ സമയത്ത് വഞ്ചനകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പണം കടം കൊടുക്കുന്നതും അധികം തുക ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല. ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിലും നല്ല ഉറപ്പുള്ള ഷെയറുകൾ മാത്രമേ എടുക്കാവുള്ളൂ. ഷെയർ മാർക്കറ്റ് ലാഭം കൊടുക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ നല്ല ഉറപ്പുള്ള ഷെയറുകളിൽ ഇട്ടില്ലെങ്കിൽ നഷ്ടം വരാം. ഇതാണ് നമുക്ക് പൊതുവെ പൂരനക്ഷത്രക്കാരുടെ 2025 അനുഭവങ്ങൾ. അപ്പം അവർക്ക് വേറൊരു ഗുണമുള്ളത് ശത്രുക്കളുടെ പല പ്രവർത്തനങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജോലിസ്ഥലത്താണെങ്കിലും കർമ്മ മേഖലയിലാണെങ്കിലും അതുപോലെ ഒരു സാമൂഹ്യ സംഘടനയിലൊക്കെ ആണെങ്കിലും എതിരാളികളുടെ പ്രവർത്തനങ്ങൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും അതിനെയൊക്കെ എതിർത്ത് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. സ്വന്തം സ്ഥാനവും അധികാരമൊക്കെ നിലനിർത്താനും സാധിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഈ ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അവസ്ഥ കൊണ്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. രാഹു കേതുക്കളുടെയൊക്കെ അവസ്ഥ കൊണ്ട്. കാരണം ധനഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ധനം കിട്ടിയാലും അതിന്മേൽ മറ്റാരെങ്കിലും അത് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് നോക്കുക. നമ്മളെ പല തെറ്റായ വഴികളിലോട്ടും ആ പണം മുടക്കി പോകാനായിട്ട് പ്രേരിപ്പിക്കുക. ഇതൊക്കെ ഉണ്ടാകാം. രാഹു ആണെങ്കിൽ അപവാദം പരത്തുകയും വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അതാണ് അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം 7-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് കൊണ്ട്. അപ്പം ദാമ്പത്യത്തിൽ പോലും ചില വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. രാഹു ജാതകത്തിൽ കൂടെ തെറ്റായ സ്ഥാനത്താണ് അല്ലെങ്കിൽ നിർഭാഗ്യ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. പിന്നെ വ്യാഴം 11-ൽ വരുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, വർഷമധ്യം കഴിയുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. പക്ഷേ കയ്യിലേക്ക് സാമ്പത്തികം വന്നാലും അത് ചിലവഴിച്ചു പോവുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയൊക്കെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല. അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് നോക്കാം. പൂരം നക്ഷത്രക്കാരെ ദേവീ പ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. 5 പൗർണമി വ്രതങ്ങൾ തുടർച്ചയായിട്ട് അനുഷ്ഠിക്കുന്നത് വളരെ ഗുണം ചെയ്യും. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ധനപരമായിട്ട് വളരെ നല്ലതാണ്. രാഹുർദശ, ശനിദശ, ചന്ദ്രദശ ഈ 3 ദശാകാലങ്ങളിലുള്ളവർ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക, അർച്ചന നടത്തുക. കൂടുതൽ വിഷമം അനുഭവപ്പെടുന്നവർ പൂരം നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ ഭരണി, പൂരാടം എന്നിവയിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പൂരവും വെള്ളിയാഴ്ചയും ഒത്തുവരുന്ന ദിവസം പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തുന്നത് നല്ലതാണ്. ദോഷപരിഹാരത്തിന് നല്ലതാണ്. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി, യക്ഷിയമ്മ ഈ ക്ഷേത്രങ്ങളിൽ അതാത് ക്ഷേത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ആദിത്യപൂജ ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും രോഗാവസ്ഥകൾ മാറാനായിട്ട് വളരെ ഗുണകരമാണ്. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജയോ അല്ലെങ്കിൽ ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് അർച്ചന ചെയ്യുക, വെളുത്ത പട്ട് സമർപ്പിക്കുക, മഹാലക്ഷ്മിക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ ആദിത്യ പൂജയും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നത് കൂടുതൽ ഫലം കിട്ടുന്നതാണ്. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ആലും കൂടെ പ്രദക്ഷിണം ചെയ്തിട്ട് പോരുക. അതിനൊരു പ്രത്യേക ഫലം ഈ സമയത്ത് ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറേയേറെ മാറിക്കിട്ടുന്നതുമാണ്. ഇതാണ് പൂര നക്ഷത്രക്കാരുടെ ഈ വരുന്ന ജനുവരി മാസം മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷത്തെ ഫലം. നിങ്ങൾക്ക് ചാനൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.